പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ പോളി ചേട്ടനാണുള്ളത്. പോളി ഇട്ടു, ഫുൾ നെയിം എന്ന് പറഞ്ഞ് പോളി ഇട്ടു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്ന് ഞാൻ പക്ഷേ ഇതിനകത്ത് ഭയങ്കര ലെങ്തി ആയിട്ടാണ് പേര് എഴുതിയിരിക്കുന്നത്. ഓ അത് തന്നെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാട്ടിലേക്ക് പോകാം. ഓക്കെ, പാടിക്കോ. ഏതാ വേണ്ടത്? സി വേണം. അപ്പോൾ ശ്രുതിയോടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോളിച്ചേട്ടൻ ഇപ്പം പാടി തകർക്കും അല്ലേ പോളിച്ചേട്ടാ? തീർച്ചയായിട്ടും. പോളിച്ചേട്ടൻ്റെ വോയിസ് ഒരു പ്രത്യേക വോയിസാണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകൾ പാടാൻ പറ്റിയ വോയിസാണ് അല്ലേ? ആരെങ്കിലും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ശ്രുതി സി തന്നാൽ നമ്മൾ പാടി തുടങ്ങുന്നതായിരിക്കും. യേശുവേ വരദാനവാരിധേ, മാനവ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ കരുണാസാഗരമേ, പാരിൻ പ്രാർത്ഥന കേൾക്കണമേ. പാരിൻ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ വരദാനവാരിധേ, മാനവ പ്രാർത്ഥന കേൾക്കണമേ. മാനസവീഥിയിൽ വേദന തിങ്ങി മാനവരഴലിൽ അലയുന്നു. മാനസവീഥിയിൽ വേദന തിങ്ങി മാനവരഴലിൽ അലയുന്നു. ഹൃദയ കവാടം തുറക്കുക നീ, ഹൃദയവികാരം കാണുക നീ. ഹൃദയ കവാടം തുറക്കുക നീ, ഹൃദയവികാരം കാണുക നീ. യേശുവേ വരദാനവാരിധേ, മാനവ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ കരുണാസാഗരമേ, പാരിൻ പ്രാർത്ഥന കേൾക്കണമേ. പാരിൻ പ്രാർത്ഥന കേൾക്കണമേ. ചേട്ടാ നന്നായിട്ട് പാടി. ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് ജയേട്ടൻ പാടി വെച്ചിരിക്കുന്ന പാട്ടുകളിൽ പോളിച്ചേട്ടൻ പാടുമ്പം മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ പാട്ട്, ചില കൂടുതൽ അവരെ കേൾക്കാൻ, പോളിച്ചേട്ടൻ പാടി കേൾക്കാൻ ആഗ്രഹിച്ച പാട്ട്, ഏതെങ്കിലും റിക്വസ്റ്റ് വരുന്നത്? ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുന്ന പാട്ടില്ല. ആ പാട്ട് എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പാടണം. എന്നാലും ഒന്ന് ആ പാട്ട്, ജയേട്ടൻ്റെ പാട്ടെന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആ പാട്ടാണ്. ശരിയല്ലേ? ഒന്നിനെ ശ്രുതി താഴ്ത്തി. എത്രയൊക്കെ പാട്ട് പാടിയാലും ഈ പാട്ടായിരിക്കും പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത്. ജേട്ടൻ മരിച്ച സമയത്താണെങ്കിലും ആൾക്കാരുടെ മനസ്സിലേക്ക് ആ പാട്ടാണ്. എൻ്റെ മനസ്സിലേക്കാണെങ്കിലും ഏതൊരു സിംഗറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ആസ്വാദകന്റെ ആണെങ്കിലും മനസ്സിലേക്ക് വരുന്ന പാട്ട് ആ പാട്ടാണ്. അപ്പൊ ആ പാട്ട് പാടാതെ വിടുന്നത് അല്ലല്ലോ. ഒന്ന് പാടിക്കൂടെ? അപ്പൊ പാടിക്കാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഭയങ്കര ഇങ്ങനെ കട്ടി വോയിസാണ് കേട്ടോ, ഉറച്ച വോയിസാണ്.
എനിക്ക് തോന്നുന്നു പോളിച്ചേട്ടന് എത്ര തിരക്കുണ്ടെങ്കിലും ദിവസം ഒരു പാട്ടെങ്കിലും പാടാറുണ്ട് അല്ലേ? കറക്റ്റ് ആണോ പറഞ്ഞേ? ഒരു പാട്ടെങ്കിലും പോളിച്ചേട്ടൻ പാടാറുണ്ട്. കണ്ടോ, അത് കണ്ട് പഠിക്കണം നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം. വെറുതെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എനിവേ എല്ലാവരും വിളിക്കുക, പറഞ്ഞോ. അല്ല, അത് എപ്പോഴും നല്ലതാണെന്ന് അറിയാതുകൊണ്ട് പിന്നെ അതെ, പാട്ട് എപ്പോഴും പാടുന്നത്, ഒരു പാട്ടെങ്കിലും പാടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രോട്ടിന് വോയിസ് അല്ലേ, നമ്മുടെ വോയിസ് ഒന്നുകൂടെ ക്ലിയർ ആവത്തത്, അതനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, 0588041310, 0585231310 എന്ന നമ്പറിലേക്ക് വിളിക്കുക. പാട്ടുകളൊക്കെ റിക്വസ്റ്റ്. എനിക്ക് തോന്നുന്നു ജേട്ടൻ്റെ പാട്ടുകളായിരിക്കും കൂടുതലും പോളിച്ചേട്ടൻ പാടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ മാത്രമല്ല, എല്ലാ ടൈപ്പ് പാട്ടുകളും പാടും. എന്നാലും പോളിച്ചേട്ടൻ്റെ വോയിസിലൂടെ ജേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാനാണ് നമ്മുടെ പ്രേക്ഷകർക്കും ഇഷ്ടമൊന്നും എന്നെ പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നിങ്ങളുടെ റിക്വസ്റ്റുകളൊക്കെ അറിയാവുന്നതാണെങ്കിൽ പോളിച്ചേട്ടൻ പാടിത്തരും. പോളിച്ചേട്ടൻ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട. തൃശ്ശൂർക്കാരാണല്ലേ? ഇവിടെ വരുന്നവരൊക്കെ കൂടുതലും തൃശ്ശൂർക്കാരാണെന്ന്. എന്താ അത്? ഇതാണ് അടുത്ത പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കലാകാരന്മാർ കൂടുതലുള്ള സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്നലെ തൃശ്ശൂർക്കാരിയാണ് വന്നത്. യെസ്, കഴിഞ്ഞ ആഴ്ച മൊത്തം ഏകദേശം തൃശ്ശൂർക്കാരാണ് വന്നത്. മിക്കവാറും എല്ലാ കലാകാരന്മാരും ശരി, സത്യമാണ്. ഏറ്റവും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജില്ലകളിലെ കലാകാരന്മാരുടെ എണ്ണെടുത്ത കൂടുതലും തൃശ്ശൂർക്കാരായിരിക്കും അല്ലേ? എന്റെ ഇരിഞ്ഞാലക്കുട എന്റെ സ്ഥലത്തിന് ചേരൂർ എന്ന് പറയും. ചേരൂർ ടൗണിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ടൗൺ ബോർഡർ ആയിട്ട് വരും. ബോർഡറാണ്. ചേരൂര് ആദ്യമായിട്ടാണ് കേട്ടോ മുനിസിപ്പാലിറ്റി പഞ്ചായത്തും ഒക്കെ കേൾക്കണത്. അതെ അതെ, പുതിയ മുനിസിപ്പാലിറ്റിയുടെ പേര് പഠിച്ചു. ഇവിടെ വന്ന് കുറെ മുനിസിപ്പാലിറ്റിയുടെ പേര് പഠിക്കാൻ പറ്റും. മുനിസിപ്പാലിറ്റി ഓക്കെ. ചേരൂർ ഗ്രാമപ്രദേശമാണ്. ചേരൂരുള്ള ഊര്. ഭംഗിയുള്ള ഊര്, അതാണ്. ഓക്കെ, അത് ഇതാണോ, ഗ്രാമമാണോ, ഗ്രാമപ്രദേശമാണ്? ഒരു ഗ്രാമം തുടക്കം എന്ന് പറയാം. ഗ്രാമത്തിന്റെ ടൗണിനോട് അനുബന്ധിച്ചാണ്, ബോർഡറിലാണ് ഞങ്ങൾ ടൗണിന്റെ. എനിവേ, നമ്മൾ സംസാരിച്ച് കത്തിവെച്ച് കളയുന്നില്ല. പോളിച്ചേട്ടനെ കിട്ടി, വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഏകദേശം ഒരു 3 വർഷമായി തോന്നുന്നു വന്നിട്ട്. 3 വർഷമായിട്ടുണ്ട്. 3 വർഷമായി, പിന്നെ അത്രത്തോളം വൈകിപ്പോയി. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാട്ടിലേക്ക് പോകാം. ജേട്ടന്റെ പാട്ട് തന്നെ, സ്മൃതിതൻ ചിറകിലേർ. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. Good evening. How are you? Yeah, good. Okay, ഞാൻ സന്തോഷ് നമ്പ്യാരാണ്, ദുബായിൽ നിന്ന് വിളിക്കുന്നത്. മനസ്സിലായി? നമ്മളെ വിളിക്കാറുള്ള സന്തോഷേട്ടനല്ലേ? അതെ. പറയൂ. ഓക്കെ, ചേട്ടന്റെ പാട്ട് കിട്ടും. ഞാൻ ചേട്ടന്റെ പാട്ട് കിട്ടിയിരിക്കുന്നു. ഒരു ചെറിയ റിക്വസ്റ്റ്, ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, കിട്ടാവുന്നതാണെങ്കിൽ. എന്നാല് സൂര്യനായി തഴുകിയുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം, അത് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. പഠിച്ചിട്ടില്ലാന്ന്. അതെയോ? അന്ന് ഈ പാട്ട് ചോദിച്ചില്ലായിരുന്നോ? സോറി, അന്ന് ഈ പാട്ട് റിക്വസ്റ്റ് ചോദിച്ചില്ലായിരുന്നോ സന്തോഷേട്ടൻ? അന്ന് കക്ഷി പിന്നെ പാടാന്ന് പറഞ്ഞു. പിന്നെ പറ്റിച്ചു കളഞ്ഞല്ലേ? പാടാന്ന് പറഞ്ഞു. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ ഞാൻ പഠിച്ചു പാടിത്തരാം കേട്ടോ, പഠിച്ചെന്തായാലും പാടിത്തരാം. ട്രാക്ക് ഇട്ട് തന്നെ ഒരു ദിവസം പാടി. നമ്മുടെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കല്ലേ, അപ്പൊ എല്ലാ ദിവസം കാണാറില്ലേ സമയം കിട്ടുമ്പോഴൊക്കെ? ഓക്കെ, അപ്പൊ ഞാൻ എന്താണെങ്കിലും ഒരു സൺഡേ ഞാൻ പാടിത്തരാം. എന്തായാലും ഒഴിവ് ദിവസമല്ലേ സൺഡേ എന്തായാലും ഞാൻ പാടിത്തരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ചോദിക്കുന്നത് പാടാൻ അത്രയും ഇല്ലല്ലോ. കൊച്ചുകുട്ടിയാന്നോ പെട്ടെന്ന് പഠിച്ചു പാടാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, എനിവേ നമുക്ക് സ്മൃതിതൻ ചിറകിൽ പോവാം. സ്മൃതി തൻ ചിറകിലേറി ഞാനിൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു.
സ്മൃതി തൻ ചിറകിലേറി ഞാനിൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാനിൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. മുത്തച്ഛനിത്തിരി മധുരവുമൊപ്പും ചേർത്തന്നു ചോറൂണ് നൽകിയ നടയിൽ. മുത്തച്ഛനിത്തിരി മധുരവുമൊപ്പും ചേർത്തന്നു ചോറൂണു നൽകിയ നടയിൽ. ഞാനിന്നു നിൽക്കേ അറിയാതെയോർപ്പു കനവിൻ മധുരവും കണ്ണീരിനുപ്പും ഒരു നെയ്ത്തിരിയായി തെളിയുന്നു. ഹൃദയത്തിലെന്നോടെ പൈതൃകം സ്മൃതി തൻ ചിറകിലേറി ഞാനിൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. പുഴയോരം നിൽക്കുമീ കൈതതൻ പൂപോൽ പാതിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ. പുഴയോരം നിൽക്കുമീ കൈതതൻ പൂപോൽ പാതിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ. അന്നെൻ്റെ മനസ്സോ മുക്ത സൗന്ദര്യത്തിൻ ആദ്യാനുഭൂതി തൻ ആനന്ദമറിഞ്ഞു. നറുനിലവായിന്നും തെളിയുന്നു. ഹൃദയത്തിലവളുടെ സൗന്ദര്യം സ്മൃതി തൻ ചിറകിലേറി ഞാനിൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാനിൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. വോയിസ് ഒരു പ്രത്യേക വോയിസ് ആട്ടോ. നല്ല എന്താ പറയണേ, മൈക്കൊന്നും വേണ്ട, അത് ബൈ പ്രാക്ടീസ് കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ NTV മ്യൂസിഷ്യൻസ് ഗ്രൂപ്പിൽ ഡെയിലി പാടിയിടുന്നത് പോളിച്ചേട്ടൻ മാത്രമാണെന്ന് തോന്നുന്നു. ഇടാറുണ്ട്. പക്ഷെ ആരും റിപ്ലൈ അതാണ്. അത് കമന്റ്സും സാധാരണ നമ്മളൊരു പാട്ട് പാടിയിടുമ്പോൾ അതിന് കമന്റ്സ് വേണം, ലൈക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡെയിലി ഒരു പാട്ട് ഇന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പാട്ട് പാടണം. അതെ, അത്രേ ഉള്ളൂ. കേൾക്കുന്നവർ മാത്രം കേട്ടാൽ മതി. നമ്മുടെ സൗണ്ട് ശരിയാവുമല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത പാട്ട് ഏതാ? അടുത്ത പാട്ട് കണ്ണൈ കലൈമാന് തമിഴ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ജയേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കോൾസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ വരുമായിരിക്കും. അറിയാവുന്നതാണെങ്കിൽ പാടി കൊടുക്കണം കേട്ടോ. ജയേട്ടൻ്റെ പാട്ടാണ് എസ്പെഷ്യലി. ഞാൻ ജയേട്ടൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് 2 പേരും അന്ന് ചെയ്തിരുന്നു. അന്ന് ഫുള്ള് കോൾസ് ആയിരുന്നു. കാര്യം ജയേട്ടൻ്റെ പാട്ട് അതേപോലെയാണല്ലോ ജേട്ടൻ പാടി വെച്ചിരിക്കുന്നത്. അപ്പം ആ പാട്ടുകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല ഒരിക്കലും. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകൾ. എല്ലാ പാട്ടുകളും ഓരോ പാട്ടും സ്പെഷ്യലാണ്. അതെ, ഇന്ന് ചിലപ്പോൾ ഒരു അനീഷേട്ടൻ വിളിക്കും, പാട്ട് കേട്ടിട്ട് അനീഷേട്ടൻ വിളിക്കും. അനീഷേട്ടൻ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം എന്തായാലും എനിവേ, കണ്ണൈ കലൈമാനി.
கலைமானே கன்னிமயிலனை கண்டே உன்னை நானே. கண்ணை கலைமானே கன்னிமயிலனை கண்டே உன்னை நானே. அந்திப்பகல் உன்னை நான் பார்க்கிறேன், ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ. கண்ணை கலைமானே கன்னிமயிலனை கண்டே உன்னை நானே. என்றால் அதிலொரு பகைதி, ஏழை என்றால் அதிலொரு அமைதி. நீயோ கிளிப்பேடு பண்பாடும் ஆனந்த குயில் பேடு. ஏனோ தெய்வம் சதி செய்தது, பேதை போலே விதி செய்தது. கண்ணை கலைமானே கன்னிமயிலனை கண்டே உன்னை நானே. அந்திப்பகல் உன்னை நான் பார்க்கிறேன், ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ. காதல் கொண்டேன் கனவினை வளர்த்தேன், கண்மணி உனை நான் கருதினில் நிறைதேன். உனக்கே உயிரானே என்னாலும் என்னை நீ மறைவாதே. நீ இல்லாமல் இது நிம்மதி, நீதான் என்றும் என் சந்நிதி. கண்ணை கலைமானே கன்னிமயிலனை கண்டே உன்னை நானே. அந்திப்பகல் உன்னை நான் பார்க்கிறேன், ஆண்டவனே இதைதான் கேட்கிறேன். ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ. Thank you. ഹിന്ദി വേഷം ഹിന്ദി ഏതാ ഏതാ ഏതാ? അറിയില്ല അറിയില്ല. അങ്ങനെ പറയില്ലേ? ഹിന്ദി കേട്ടിട്ടില്ല. പാട്ടുണ്ടെന്നറിയാം, പക്ഷെ സുറുമയാക്കിയോമേ കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. ദാസന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ദാസന്റെ പാട്ട് ഹിന്ദി. നേടെ ഒരു കോൾ ഉണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. നമസ്കാരം അനുജി. നമസ്കാരം രാഹുലേ. എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നമ്മുടെ അനിയന്മാരുടെ ഒക്കെ സൗണ്ട് എങ്ങനെ മറക്കും? രാഹുലേ പറയും. എങ്ങനെയുണ്ട് പിന്നെ പാട്ടുകളൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോണു. എന്തോ ആ പൂളിച്ചേട്ടനെ കൊണ്ട് ഒരു പാട്ട് ഞാൻ പാടാൻ പറഞ്ഞാൽ പഠിക്കോ? പിന്നെന്താ, പറഞ്ഞോ, പണി കൊടുക്കണം. പിന്നെ മിഴിനത്തിലും ഫിലിമിലെ ആ പാട്ടൊന്ന് പാടാൻ പറയോ?
മിഴി രണ്ടിലും. പോളിച്ചേട്ടൻ പാടുന്ന പാട്ട് ഏതാ മിഴി രണ്ടിലും? മിഴി രണ്ടിലും മറ്റേ നമ്മുടെ ലിസ്റ്റുണ്ടോ? ലിസ്റ്റിലുണ്ടോ? ലിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. എന്റെ മൺവീണയിലാണോ? എന്റെ മൺവീണയിൽ മിഴി രണ്ടിലും സിനിമയ്ക്കകത്തുള്ളതല്ലോ. അതല്ലേ? പാടിപ്പിക്കാട്ടോ. താങ്ക്സ് പണി കൊടുത്തതിന്. രാഹുലേ, പണി കൊടുത്തതിന് താങ്ക്സ് എന്ന്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പോകണ്ട കേട്ടാ, ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. അല്ലല്ല, പോളിച്ചേട്ടൻ ഇവിടെ ഉണ്ട് 7 മണി വരെ. ഓക്കെ, രാഹുലിനോടാ. ആ പിന്നല്ലാണ്ട്. ഇല്ലില്ല, ഒരു കോൾ ഞാൻ കേട്ടു. പാടിക്കോ. പെട്ടെന്ന് പറയുമ്പോ തഴുകുന്ന താഴമ്പൂമണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. നമ്മുടെ ഭാവഗായകനാണ് ശരിക്കും. നല്ല രസമായിട്ട് പാടാണ് രാഹുലല്ലേ? ആ സിംഗറാ, മെലഡി കിങ്. ആ അതെ. പോയോ? ഇതാണ് ഫോൺ വിളിച്ച് പണി വാങ്ങിയെന്നൊക്കെ പറയത്തില്ലേ? നമ്മുടെ പോളിച്ചേട്ടൻ പണി കൊടുത്താൽ ഞാൻ തിരിച്ചു പണിതായിരിക്കുമോ? എനിവേ മോനെ, താങ്ക് യു സോ മച്ച് വിളിച്ചത് കേട്ടോ. ഓക്കെ രാഹുൽ. ഓക്കെ, അപ്പൊ നമുക്ക് മിഴി രണ്ടിലും ആ പാട്ടുണ്ട് അതിനകത്ത്? അതിലില്ല. എന്നാലും രാഹുൽ ചോദിച്ചതല്ലേ, ഒരു 4 വരി പാടിയിട്ട് നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോകാം. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണവുമായി. സിനിമയിലെ പാട്ടാണ്. അപ്പൊ നമുക്ക് ഓർമ്മ വയ്ക്കാൻ, വരികൾ ഓർമ്മ വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി, മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി, ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി, വേദിക പണിതുയർത്തി, മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി,
രാഗവതീ നിൻ രമ്യ ശരീരം രാജിതഹാരം മാമദസാരം വാർക്കുനു ചില്ലി വിൺമലർ വല്ലി ദേവദുകൂലം മഞ്ജുകപോലം പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞാൽ ദേവി നീ മൊഴിഞ്ഞാൽ മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി രൂപവതീ നിൻ മഞ്ജുളഹാസം വാരൊളി വീശും മാധവമാസം നീർമിഴി നീട്ടും തൂലികയാൽ നീ പ്രാണനിലെഴുതി ഭാസുരകാവ്യം നീയൻ ചാരേ വന്നണയുമ്പോൾ ഏതോ നിർവൃതി ഞാൻ ഏതോ നിർവൃതി ഞാൻ മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി മാനസനിലയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി സനി പമ പനി പരി രി 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 സനി പനി രി ഗ രി ഗ സ രി സ രി നി സാ ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി താങ്ക് യു. ധ്വനിയിലെ എല്ലാ പാട്ടും നല്ല പാട്ടുകൾ അല്ലേ എല്ലാം. അതിനകത്ത് വേറൊരു പാട്ടുണ്ട്, ആൺകിളിയേ നല്ല പാട്ടത്. പിന്നെ രതിസുഖസാരെ. പിന്നെ വേറൊരു പാട്ടുണ്ട് അതിനകത്ത്. ഒരു കോൾ ഉണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. നമസ്കാരം. അനന്തേട്ടൻ സൗണ്ട് ചെറുപ്പമായിട്ട് വരുന്നോ? ചെറുപ്പായിട്ട് വരട്ടുണ്ടായിരുന്നു. കോളേജിലെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോ എല്ലാ പാട്ടുകളും അതിമനോഹരമായിട്ട് പാടുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലഞ്ഞിപ്പൂമണം ഒഴുകി വരും, ആ പാട്ട് ഞാൻ കേട്ടു പുള്ളിയുടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പൊ അത് എനിക്ക് വേണ്ടി ഒരു 4 വരിയായാലും പാടി തരിക. പാടാം. ആനന്ദ് ട്രാക്ക് ഉണ്ടോ ഇതിനകത്ത്? ഇലഞ്ഞി ട്രാക്ക് ഇല്ല. ഇല്ല, ഇലഞ്ഞി പൂത്തില്ലെന്ന് ട്രാക്ക് എടുത്തില്ല. ആനന്ദന്റെ ഏറ്റവും പാട്ടിന് വേണ്ടി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ആനന്ദൻ എന്നോട് കൊണ്ടുവന്നു. അനന്തയുടെ പാട്ടിന്റെ കാര്യത്തിലല്ല, UAE-യിലുള്ള ആരെങ്കിലും ആവശ്യക്കാരുണ്ടോ അനന്താന്നൊന്ന് വിളിച്ചാൽ മതി, വിളിച്ചു തീർക്കണ്ട. അനുഭവത്തും അനന്തേട്ടൻ എനിക്കറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അനന്തേട്ടനെ. നമ്മുടെ ഒരു അനിയത്തിക്കുട്ടിയെ പോലെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഭയങ്കര അനിയത്തിക്കുട്ടിയുടെ ഈ അവതാരണമാണ് അവിടെ വരുന്ന പാട്ടുകാർക്ക് ഇത്രയും ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത്.
അതിൽ യാതൊരു സംശയമില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ടെൻഷനും ഇല്ലാണ്ട് അവർക്ക് പാടാനുള്ള അത്രയും കോപ്പറേറ്റ് ചെയ്ത് അവരോട് ഇടപഴകുന്നത് കൊണ്ടാണ് അവർ ഒരു ടെൻഷനില്ലാണ്ട് അത്ര ഈസി ആയിട്ട് പാടുന്നത്. താങ്ക് യു അനന്തേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനി എന്തായാലും അനന്തേട്ടൻ കോൾ കട്ട് ചെയ്തോളൂ, പാടിത്തരും കേട്ടോ 4 വരി. ഓക്കെ, താങ്ക് യു. ഇലഞ്ഞിപ്പൂ മണോ? ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാ? ഒരു കോൾ ഉണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. 6:43. ഓക്കെ, സംസാരിച്ചോ. ഇന്നലത്തെ റിക്വസ്റ്റ് ചോദിച്ചോ കേട്ടോ. ഇന്നലത്തെ റിക്വസ്റ്റ് രാഹുൽ ഞങ്ങളുടെ ഭാവഗായകനാ. അതെ. താങ്കൾക്ക് ഈ മാനത്ത് കണ്ണികൾ അറിയോ? 4 പേര് പഠിച്ചത് ഭാവഗായകന്മാര്. ഏതാണ്? മാനത്ത് കണ്ണികൾ അറിയോ? ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചിട്ടില്ലെന്നോ? 4 പേര് കാണാ അറിയോ? ഇല്ല, അറിയാൻ പഠി കഴിഞ്ഞത്. ഇന്നലത്തെ റിക്വസ്റ്റ് മധുരിക്കും ഓർമ്മകളെ അറിയോ? ഇന്നലത്തെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു അനീഷേട്ടന്റെ. ഭാവഗായകന്റെ മല്ലികപ്പൂവ് അതറിയോ? അനുരാഗഗാനം. അനുരാഗഗാനം പോലെ പാട്ട് പാടിക്കൊടുക്കോ? ഇത്രയും ചോദിച്ചല്ലേ. ഭാവഗായകന്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുക്കും. ചക്രവർത്തിനി. ചക്രവർത്തിനി പാടിത്തരുന്നു. ഓക്കെ, അപ്പൊ ഉറപ്പിച്ച് 1 തരം 2 തരം 3 തരം ഉറപ്പിച്ചു. ഓക്കെ, താങ്ക് യു അനീഷേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ചക്രവർത്തിനി. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ ചുറ്റിലും കനക പാരിജാതമലത്തൂകും. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ പാടിത്തന്നായിരിക്കും. ജേട്ടന്റെ നമുക്കൊരു ജേട്ടന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാം. അപ്പം അനീഷേട്ടാ, ഒരു എപ്പിസോഡ് ഞങ്ങൾ ജേട്ടന്റെ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പാട്ട് മാമാങ്കം പലകുറി കൊണ്ടാടി. പണ്ട് ഞാൻ 2ലോ 3ലോ പഠിക്കുമ്പോൾ വസന്തഗീതങ്ങൾ അന്ന് ഞാൻ ലൈറ്റ് മ്യൂസിക് ആയിട്ട് പാടി ഈ പാട്ടായിരുന്നു. ഓക്കെ, പോകാം. മാമാങ്കം പലകുറി കൊണ്ടാടി, നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം
മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണൽ തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണൽ തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. അമ്പേന്തി വില്ലേന്തി വാളേന്തിയൂ കമ്പേരിൻ താളത്തിൽ പോരാടിയൂ. അമ്പേന്തി വില്ലേന്തി വാളേന്തിയൂ കമ്പേരിൻ താളത്തിൽ പോരാടിയും. നിണനീരിലന്നു മണലാഴിയിൽ എഴുതാൻ തുനിഞ്ഞ പടനായകന്റെ കഥ ഇന്നെന്റെ ഉണ്ണിക്കരങ്ങേറുവാൻ ഇനിയ മണ്ണിന്റെ മാറത്തെഴുന്നുള്ളും. പറയുമാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. സാമൂരിക്കോലോത്തെ മേൽക്കോയ്മയോ മങ്ങാത്ത മായാത്ത മലയാൺമയോ. സാമൂരിക്കോലോത്തെ മേൽക്കോയ്മയോ മങ്ങാത്ത മായാത്ത മലയാൺമയും. നിലപാടു നിന്ന തിരുമേനിമാർ തല കൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെന്റെ ഉണ്ണിക്കരങ്ങേറുവാൻ അനിയമന്നിന്റെ മാറത്തെഴുന്നള്ളുമോ. പറയുമാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണൽ തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണൽ തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. നല്ലൊരു പാട്ടാ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഒരു പാട്ടോടെ പോവും. ഓക്കെ. അപ്പം താങ്ക് യു പോളിച്ചേട്ടാ. വയ്യായിരുന്ന അവസ്ഥയിലും സുഖമില്ലായിരുന്ന അവസ്ഥയിലും വന്ന് പാടിയല്ലോ. ഓക്കെ. അപ്പം ഇന്ന് ഓഫ് ഡേ ആണല്ലേ? സാധാരണ മിഡ് ഡേ ആണോ വരുന്നത്, ഓഫ് വരുന്നത്? അങ്ങനെ റെഗുലർ ഡേറ്റ് അല്ല, മാറി മാറി വരും. ഓക്കെ. എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് ജയേട്ടൻ്റെ മാത്രം പാട്ടുകളായിരിക്കും. സൗകര്യം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. പഠിച്ചിട്ട് എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അപ്പം വിളിച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ. കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് ജയേട്ടൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ജയേട്ടൻ്റെ പാട്ടുകൾ പാടുമ്പം എല്ലാവരും ഒരുപാട് ആൾക്കാർ വിളിച്ച് റിക്വസ്റ്റ് ചോദിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് സാഹചര്യം കൂടിയാണല്ലോ. അപ്പം താങ്ക് യു സോ മച്ച് വന്നതിന്. നന്നായിട്ട് പാടി, ഉറച്ച വോയിസ്. കാര്യം അത് ബൈ പ്രാക്ടീസ് തന്നെയാണ്. അപ്പം എല്ലാ ദിവസവും പാട്ടുകൾ പാടി പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആരുടെയും കമന്റ്സും ലൈക്കും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട്
അതിന് ദൈവം നമുക്ക് അതിനുള്ളൊരിത് തരും കേട്ടോ. അപ്പം നാളെ കാണാം വീണ്ടും 6-7 മാറ്റം. ഇതിയുമായിട്ട് ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സും നന്ദി. ഫൈനൽ സോങ് ഇന്ന് വിളിച്ച എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഫൈനൽ സോങ് ഏതാണ്? ഒരു ഹിന്ദിയാണോ? ഹിന്ദിയാണ്. ഓക്കെ. ദാസേട്ടൻ്റെ ഒരു പാട്ട് തന്നെയാണ്. चांद जैसे. सब तितियन का चंद्रमा जो देखा चाहो आज, धीरे धीरे घूंघटा सर का वो सरताज. ओ चांद जैसे मुखड़े पे भिंदिया सितारा, चांद जैसे मुखड़े पे भिंदिया सितारा, नहीं भूलेगा मेरी जान ये सितारा वो सितारा. मना तेरी नजरों में मैं हूँ ये कवारा ओ आवारा, नहीं भूलेगा मेरी जान ये सितारा ओ सितारा. चांद जैसे मुखड़े पे भिंदिया सितारा. ओ सागर सागर मोती मिलते पर्वत पर्वत पारस, तन मन ऐसे भीजे जैसे बरसे महुए कारस. अरे कस्तूरी को कोचित बिरता आए है बंजारा ओ बंजारा, नहीं भूलेगा मेरी जान ये बंजारा ओ बंजारा. चांद जैसे मुखड़े पे भिंदिया सितारा. ओ कचरारे चंचल नैनों में सूरज चांद का ढेरा, रूप के इस पावन मंदिर में हंसा करे बसेरा. प्यासे गीतों की गंगा का तू ही है किनारा वो किनारा, नहीं भूलेगा मेरी जान ये किनारा वो किनारा. चांद जैसे मुखड़े पे भिंदिया सितारा, नहीं भूलेगा मेरी जान ये सितारा वो सितारा. मना तेरी नजरों में मैं हूँ ये कवारा ओ हवारा, नहीं भूलेगा मेरी जान ये आवारा हो आवारा. चांद जैसे मुखड़े पे भिंदिया सितारा. ओ Thank you.